ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റ് കേട്ടോ. എത്ര മണിയപ്പോൾ എണീറ്റ്? കഴിഞ്ഞു. ഫുഡിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് പോകും. രാവിലെ എണീറ്റ് എത്ര മണിയപ്പോൾ എണീറ്റമ്മ? 8:30 മണി അടുപ്പിച്ചായപ്പോൾ എണീറ്റ് 11 മണിക്കാണ് സർജറി. ഒരു 10 മണിയാകുമ്പോഴത്തേന് പോവും. പോയിട്ട് മറ്റേ മരുന്നൊക്കെ വെച്ച് ടെസ്റ്റ് ചെയ്യത്തില്ലേ അലർജി ഉണ്ടോ എന്നൊക്കെ. എനിക്കൊന്നും അങ്ങനെയൊക്കെ ആണെന്ന് തോന്നുന്നു. 10 മണിക്ക് കൊണ്ടുപോയി അതിനകത്തേക്ക് 11 മണിക്കാണ് സർജറി. അപ്പോൾ അതുവരെ 1 മണിക്കൂർ അവിടെ വെച്ചിട്ട് അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് 11 മണി. അങ്ങനെയൊക്കെയാണ് സംഭവം. എൻ്റെ ഇവിടുന്ന് രാവിലെ പ്ലെയിനൊക്കെ പോകണതാണ് കേട്ടോ. അതുകൊണ്ട് കേട്ടോ ഞാൻ സൂം ചെയ്ത് കണ്ടാ പ്ലെയിൻ പോകണം കണ്ടാ. പ്രാവല്ല, ഫ്ലൈറ്റാ. ഇവിടെ അടുത്ത എയർപോർട്ടല്ലേ ഇതൊക്കെ. അയ്യോ, ഇതിനകത്ത് എവിടെയാണ് കാണുന്നത്? വരുന്നുണ്ട് ഫ്ലൈറ്റ്. വരുന്ന ഫ്ലൈറ്റ് താന്ന് പോണല്ലേ. ആ ശരിയാ, തെങ്ങ തട്ടുമെന്തോ. അച്ഛാ തെങ്ങ തട്ടി. ഇത് കരിക്ക് കുറിക്കുന്ന യന്ത്രമാണെന്ന് തോന്നുന്നു. രാവിലെ മഴയൊക്കെ പെയ്തെന്ന് തോന്നുന്നു. പെയ്താ രാവിലെ മഴ പെയ്തുകൊണ്ട് വെള്ളം കിടക്കുന്നു. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ ഈ AC. അത് ഇന്നലെ ഉറങ്ങാൻ പറ്റൂ. രണ്ടെണ്ണോടെ എന്തോ ഒരു കൂർക്കമ്പലി. ഓന്നാ ഒരാള് എന്തോ കൂർക്കമ്പലിയായിരുന്നു അറിയാം. അത് പോരാഞ്ഞിട്ട് ഒരു 4 മണിയായപ്പോ തൊട്ട് അലാറം 15 മിനിറ്റ് ഇടവേള കിട്ടും ഓരോ അലാറം. ഏതോ ഒരു സിനിമയ്ക്കകത്ത് ദിലീപ് ഇല്ല അച്ഛൻ്റെ അമ്മയുടെ നടുക്കിടന്നിട്ട് കൂർക്കമ്പലിയാണെന്ന് എന്തോ കൂർക്കമ്പലി അലാറോ. നീ ഇന്നലെ ഉറങ്ങിയില്ലേ? ഇന്നലെ ഞാൻ കിടന്നപ്പോ 2 മണിയുണ്ടായിരുന്നു. രാവിലെ വണ്ടി പോകാനായിട്ട് ഞാൻ ഈ അലാറം വെച്ചിട്ടേക്കുന്നത്. അച്ഛന്റെ ഫോണിലാണ് അടിക്കുന്നത്. ഓ, എന്തായാലും അപ്പോൾ കൊള്ളാം കേട്ടോ. ബെഡൊക്കെ കൊള്ളാം, നല്ല സൂപ്പർ ബെഡാ. സ്വിച്ച് ഞെക്കിയ ഇടയ്ക്ക് പൊങ്ങിയ താഴെയൊക്കെ ചെയ്യും. ഞാൻ ഇടയ്ക്ക് രാത്രി താത്തും പൊക്കിയൊക്കെ കളിച്ചായിരുന്നു. കുഴപ്പമില്ല. പിന്നെ ദാഹിക്കുന്നു. ഫുഡ് ഇന്നലെ രാത്രി കഴിച്ചല്ലേ ഉള്ളൂ, വെള്ളം കുടിച്ചില്ല. പിന്നെ അതുകൊണ്ട് ദാഹിക്കുന്നു, അത്രേ ഉള്ളൂ. വിശപ്പില്ല, ദാഹം. അതെ, രാവിലെ നീ എന്നും വെള്ളം കുടിക്കൂല എഴുന്നേറ്റ്. നമുക്ക് ഏതാണ്ട് എത്ര മണിക്കൂർ കഴിഞ്ഞിട്ട് തന്നെ കാണാൻ പറ്റും. 1 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളെ കേറ്റി. സർജറി കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളെ കേറ്റി. ഈ സർജറി എനിക്കൊന്ന് എത്ര 5 മണിക്കൂറോ അത്രയൊന്നും ഇല്ല. ആര് പറഞ്ഞു? അത്രയുണ്ട്. കീ ഹോൾ സർജറി 4 മണിക്കൂർ. 1 മണിക്കൂറൊന്നുമില്ലേ? അത് ഇന്നലെ ഞാൻ ചോദിച്ചായിരുന്നല്ലോ. അപ്പൊ പറഞ്ഞു അത് പറയാൻ പറ്റത്തില്ല, നമ്മൾ പറയുന്ന ടൈമിങ്ങിൽ ചിലപ്പോൾ തീരത്തില്ല, കറക്റ്റ് സമയം പറയാൻ പറ്റത്തില്ല. അതിനെപ്പറ്റി അറിയത്തില്ല. ഇന്നലെ BP നോക്കാൻ വന്നിട്ട് ഈ കാണുന്ന കൊച്ചൊന്നും അല്ല, ഇവന്റെ ഉള്ളിൽ എന്താ സംഭവം. ഇന്നലെ BP നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായേ BP ഉണ്ടായിരുന്നു. BP കൂടുതലായിരുന്നു. മുഖത്തൊന്നും ഇല്ലല്ലോ. മുഖത്തൊന്നും കാണിക്കത്തില്ലല്ലോ. മുഖത്ത് വിഷമമൊന്നുമില്ല. പക്ഷേ BP നോക്കിയപ്പോൾ BP കൂടുതൽ. ടെൻഷൻ ഉണ്ടോന്ന് ചോദിച്ചു. ഇല്ല, കുഴപ്പമില്ല, അത്രക്കൊന്നുമില്ല. പിന്നെ ചെറിയൊരു ആദ്യമായിട്ടില്ല, അതിൻ്റെ ഒരു ഇതുണ്ട്, അത്രേ ഉള്ളൂ. പുറത്തോട്ട് നിന്നല്ലോ, പുറത്തെ വ്യൂ നോക്കാം. ബാ കമോൺ. രാവിലെ ക്ലീനിങ്ങിനൊക്കെ വന്നു കേട്ടോ ആള്. രാവിലെ വേറെ ആരാ വന്നത്? ഞാൻ കക്കൂസ് ഇരുന്നപ്പോൾ ആരാ കൊട്ടിയത്? ആണല്ലേ? പിടിച്ചേ? ഇവിടുത്തെ ബെസ്റ്റ് വ്യൂ ഇതാ കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട. ഇല്ല ഇവിടെ വരെ ഉള്ളു. തുറന്നേമ്മ, അത് ഇവിടുത്തെ ഇവിടുത്തെ രാവിലത്തെ വ്യൂ, വൈകുന്നേരത്തെ വ്യൂ സൂപ്പറാട്ടോ. അവിടുന്ന് സൺലൈറ്റ് ഒക്കെ അടിക്കും, അടിപൊളിയാണ്. ഇതാണ് കേട്ടോ പാർക്കിംഗ് ഒക്കെ, നമ്മുടെ ലുലുവിൻ്റെ ഒക്കെ പാർക്കിംഗ് ഇല്ലേ. ഇങ്ങോട്ട് വാ. ഇത് ക്യാമറമാൻ എന്തരടേ ഇതാട്ടാ. അതാണ് പാർക്കിങ്. അതിൻ്റെ മണ്ടയിൽ കുറേ വണ്ടികളുണ്ടെന്ന് തോന്നുന്നില്ല, തിരക്കുണ്ട്.
ഇന്ന് ഇടിവെട്ടി മഴ പെയ്യുന്നു നോക്കൂ. മഴയാണ്. നല്ല മഴക്കോളൊക്കെ ഉണ്ട്. കഴിക്കണ്ടേ? ഫുഡ് കഴിക്കണ്ടേ നിങ്ങൾക്ക്? നിങ്ങൾ കഴുകി ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിക്കും. പിന്നെ കഴിച്ചോളൂ. ഓ എന്നെ അകത്താക്കിയിട്ട് അയ്യോ ഇന്നലെയൊക്കെ കഴിച്ച്. കുളത്തിൽ മീനൊന്നും ഇല്ല കേട്ടോ. ചൂണ്ട ഇരിപ്പുണ്ട കാറിനകത്ത്. അച്ഛന് സമയം പോണൊക്കെ കണ്ട അങ്ങോട്ട് ആ കുളത്തിലോട്ട് ചൂണ്ട ഇട്ടിരുന്നാൽ മതി. ഓ വലിയ കുളമാണ് കേട്ടോ. എനിക്കിത് കുളമാണോ അതോ വെള്ളം കെട്ടി കിടക്കണമെന്നൊരു ഡൗട്ടുണ്ട്. ഐ തിങ്ക് ഇത് വെള്ളം കെട്ടി കിടക്കുവാണ്. ഗൈസ്, അപ്പോൾ സർജറിക്ക് ടൈമായിട്ടുണ്ട്. അപ്പോൾ പോകാനായിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് സെറ്റായിട്ട് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് ഡ്രസ്സ്. ടാർപ്പ കറക്റ്റ് ടാർപ്പ. ഇത് എനിക്ക് തോന്നുന്നില്ല, ഇത് തുണിയല്ല എന്ന് തോന്നുന്നില്ല, ഇത് പ്ലാസ്റ്റിക് പോലെ എന്തോ. തുണിയല്ല, ഇത് കത്തിച്ച് കളയുന്ന പേപ്പർ സൈസ് ഇല്ലേ? ഓ ഓ ഓ അത് ഇത് മാത്രമേ ഉള്ളൂ. അതെ, മൂത്തച്ഛനുണ്ട്, മൂത്തമ്മയുണ്ട്, വലിയ മൂത്തമ്മയുണ്ട്, കൊച്ചു മൂത്തമ്മയുണ്ട്. പിന്നെ ഓർണമെന്റ്സ്, വാച്ചൊന്നും ഞാൻ കെട്ടിക്കൊണ്ട് വന്നില്ല, എല്ലാം ഊരി കൊടുത്തിട്ടുണ്ട്. അതെ. ഈ വണ്ടിയിലാണോ പോണ? അല്ലേ വേറെ. വെള്ളം കുടിക്കാൻ തയ്ക്കുന്നു. അതെ, വെള്ളം കുടിക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞിട്ടേ വെള്ളം തരും. താടി ഇത് പോകുന്നതിന് മുമ്പ് ഞാൻ സെറ്റ് ചെയ്തതാ, പോയി കുറച്ച് മെനയാട്ടോ വിചാരിച്ച്. കൊള്ളാം കേട്ടോ റൂം. നമുക്ക് ഇവിടുന്ന് വേണേൽ റൂം മാറ്റാം. നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഞാൻ വരുമ്പോഴത്തേന് അപ്പുറത്തോട്ട് നല്ല വ്യൂവാ. ആണെങ്കിൽ അങ്ങോട്ടാക്കാം റൂം. വരുമ്പോഴത്തേനും നല്ല വ്യൂ കണ്ടിരിക്കുക. ഇവിടെ വ്യൂ ഇല്ല കേട്ടോ. അത് മാത്രമല്ല ആ കമ്പി ഇരിക്കുന്നതുകൊണ്ട് ഒന്നും കാണത്തില്ല. Сальва,
കണ്ടോ? കണ്ട് കുഴപ്പമൊന്നുമില്ല. അവൻ സംസാരിച്ചത് അവനാ പറഞ്ഞേ അവനടുത്ത് പോയി. ഞങ്ങള് വന്നപ്പം സെഡേഷനിലായിരുന്നു. ഞങ്ങൾ പോയി കണ്ടു. ഡോക്ടർ നമ്മൾ കണ്ടായിരുന്നു. അപ്പം വൈകിട്ടത്തേക്ക് റൂമിലേക്ക് ആക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഓപ്പറേഷനൊക്കെ നല്ലതായിട്ട് കഴിഞ്ഞു. കുഴപ്പമൊന്നുമില്ല. വെള്ളമൊന്നും കൊടുത്തില്ല. ചേട്ടന് ആദ്യമേ ചെന്ന് കണ്ടത് കൊച്ചുവിന് ഓർമ്മയില്ല. ഞാൻ വന്നത് ഉള്ളൂ. അച്ഛൻ എന്തെന്ന് ചോദിച്ചു. പക്ഷെ അപ്പോഴും കണ്ട ഞാൻ ഒരുപാട് വിഷമമായി. അത് വന്നതേ ഉള്ളൂ, അന്ന് പോകുമെന്ന് തോന്നിയില്ല. അപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞ് മോനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ പൊട്ടിപ്പോയിട്ട് അപ്പോഴെനിക്ക് ഭയങ്കര ഇപ്പൊ കുഴപ്പമില്ല, ഓക്കെ. ഇനി ഇച്ച് കഴിയുമ്പോൾ ഒരു കഞ്ഞി കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ കയറി കണ്ട് ആദ്യം ഞാൻ ചെന്നത് ഓർമ്മയുണ്ട്. പക്ഷേ ഏണൻ ചെന്നത് അവന് ഓർമ്മയില്ല. അപ്പം മയക്കത്തിലായിരുന്നു. അപ്പോൾ ഇപ്പം ചെന്നിട്ട് പിന്നെ അവർ പറഞ്ഞ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് കൊടുത്തിട്ട് അവർ ഫുഡ് ഓർഡർ ചെയ്ത് കൊടുത്തോളാം. കഞ്ഞി കൊടുക്കുന്ന കുഴപ്പമില്ല. ചേച്ചി കുഴപ്പമൊന്നുമില്ല. ഞാൻ കയറി കണ്ട് തിരിച്ച് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. വെള്ളം കൊടുത്തില്ല. ഞാൻ പറഞ്ഞു ഇപ്പം തരില്ല. വെള്ളമൊക്കെ കുടിച്ചിട്ട് റൂമിലാക്കി. പിന്നെ മയക്കത്തിലായപ്പോൾ അവന് ഭയങ്കര ഇതായിരുന്നു. നമുക്ക് ചെന്ന് നമ്മള് കാണുമ്പോൾ അപ്പോഴും വന്ന് ചെന്നപ്പോൾ ഭയങ്കര ഇതായിരുന്നു. അതാ നമ്മള് ഭയങ്കര ഇതായിപ്പോയി. പിന്നെ എക്സസൈസ് ചെയ്യുന്ന കാര്യം പറഞ്ഞ് ഒരു ഡോക്ടർ പറഞ്ഞു കൊടുത്ത് വീട്ടിൽ വേണമെങ്കിൽ ഇരുത്തി ചെയ്യിപ്പിക്കാം, വീട്ടിൽ ആളിനെ വരുത്തി ചെയ്യിപ്പിക്കാം, എങ്ങനെ സൗകര്യം എന്ന് വെച്ചാൽ അതായിരിക്കും നല്ലത്. എന്തായാലും നല്ല റെസ്റ്റ് എടുക്കണം. കുറേ നാൾ കഴിഞ്ഞിട്ട് അവർ ഡാൻസ് കളിക്കാനൊക്കെ പറ്റത്തുള്ളൂ. ആൾ ഒരുമാതിരി ഇരിക്കുന്നത് അത് കാണുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ഇതിൽ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിഷമം. അത് പറഞ്ഞ് ഇനി അമ്മയൊക്കെ പോയി കഴിച്ചോ? ഞാൻ പറഞ്ഞില്ല, നീ കഴിച്ചിട്ടേ കഴിക്കുന്നുള്ളൂ. നിങ്ങളിപ്പോൾ കഴിച്ചിട്ട് അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആള് നോർമലായപ്പോൾ കുഴപ്പമില്ല. ചിരിക്കുകയൊക്കെ ചെയ്തു. തിരികെ സംസാരിക്കാൻ പറഞ്ഞു. പിള്ളേർ പറഞ്ഞു. കൊച്ചൂര് ICL കിടന്നിട്ട് ഇപ്പം ഇറങ്ങി. എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. എല്ലാവരും